ഒന്ന്, മീഡിയ ആൻഡ് ജെൻഡർ പെർസെപ്ഷൻ. മാസ് മീഡിയ നമ്മുടെ ചിന്താഗതിയെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. നമ്മുടെ സൊസൈറ്റിയിലെ ജെൻഡർ റോൾസ്, ആണും പെണ്ണും എങ്ങനെയൊക്കെ ആയിരിക്കണമെന്നത് തീരുമാനിക്കുന്നതിൽ മാധ്യമങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ഇത് പലപ്പോഴും ആറ്റിറ്റ്യൂഡിനൽ ചേഞ്ചസ്, മനോഭാവത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നു. 2, സ്റ്റീരിയോടൈപ്പിംഗ് ഇൻ അഡ്വർടൈസ്മെൻറ്റ്. പരസ്യങ്ങളിലെ വിവേചനം. പുസ്തകത്തിൽ ഒരു ഇന്ത്യൻ TV അഡ്വർടൈസ്മെൻറ്റ് എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട്. ആ പരസ്യത്തിൽ ഭാര്യ മകന് ഭക്ഷണം കൊടുക്കുമ്പോൾ ഭർത്താവ് അപ്പുറത്ത് TV കാണുകയാണ്. ഇത് കണ്ടിട്ട് ഭർത്താവിൻ്റെ അമ്മ, അതായത് മദറിലോ, മരുമകളെ അഭിനന്ദിക്കുന്നുണ്ട്. ഇതിലൂടെ കിട്ടുന്ന മെസ്സേജ് ഇതാണ്: ദ റെസ്പോൺസിബിലിറ്റി ഓഫ് ദ വൈഫ് ഈസ് ടു പ്രിപ്പയർ ഫുഡ് ആൻഡ് എൻ്റർടൈൻ മെയിൽസ്. പുരുഷന്മാരെ സന്തോഷിപ്പിക്കുകയും അവർക്ക് ഭക്ഷണം നൽകുകയും ചെയ്യുക എന്നത് സ്ത്രീയുടെ മാത്രം കടമയാണ്. ഇത് മാധ്യമങ്ങൾ വഴി സമൂഹത്തിലേക്ക് എത്തുന്ന ജെൻഡർ ഇനീക്വാളിറ്റിയാണ്. 3, ഒക്യുപ്പേഷണൽ സ്റ്റാറ്റസ്. തൊഴിൽപരമായുള്ള വ്യത്യാസം. മീഡിയ പോർട്രയൽ ശ്രദ്ധിച്ചാൽ പുരുഷന്മാരെയും സ്ത്രീകളെയും ഒരേപോലെയല്ല കാണിക്കുന്നത്. മെൻ ആർ ട്വൈസ് ആസ് ലൈക്ലി ആസ് വുമൺ ടു ബി ഷോൺ ഇൻ ഹയർ പേയിങ് ആൻഡ് പ്രസ്റ്റീജിയസ് ജോബ്സ്. കൂടുതൽ ശമ്പളമുള്ളതും അന്തസ്സുള്ളതുമായ ജോലികളിൽ പുരുഷന്മാരെയാണ് ഇരട്ടിയിലധികമായിട്ട് കാണിക്കുന്നത്. സ്ത്രീകളെ പലപ്പോഴും ഡൊമസ്റ്റിക് സെറ്റിങ്സ്, അതായത് വീടിനുള്ളിലെ രംഗങ്ങളിൽ അല്ലെങ്കിൽ ഡെക്കറേറ്റീവ് സീൻസ്, വെറും കാഴ്ചവസ്തുവായി മാത്രമാണ് അവതരിപ്പിക്കുന്നത്. പുരുഷന്മാരെ അവരുടെ ജോലിയിലൂടെ, ഒക്യുപ്പേഷണൽ റോൾസിലൂടെ തിരിച്ചറിയപ്പെടുമ്പോൾ സ്ത്രീകളെ അവരുടെ വിവാഹബന്ധത്തിലൂടെയോ കുടുംബത്തിലൂടെയോ ആണ് തിരിച്ചറിയുന്നത്. 4, മാരിറ്റൽ വേഴ്സസ് വൊക്കേഷണൽ റെസ്പോൺസിബിലിറ്റി. മീഡിയ പലപ്പോഴും സ്ത്രീകളോട് അവരുടെ മാരിറ്റൽ സ്റ്റാറ്റസ്, വിവാഹം കഴിഞ്ഞതാണോ അല്ലയോ എന്നത് ചോദിക്കാൻ താൽപ്പര്യം കാണിക്കുന്നു. എന്നാൽ പുരുഷന്മാരോട് അവരുടെ ഒക്യുപ്പേഷണൽ സ്റ്റാറ്റസ്, അതായത് ജോലി അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ, അതാണ് ചോദിക്കാറുള്ളത്. ഇത് സമൂഹത്തിനൊരു സന്ദേശം നൽകുന്നു: സ്ത്രീകളുടെ പ്രധാന ജോലി പാരൻ്റൽ റെസ്പോൺസിബിലിറ്റീസ്, കുട്ടികളെ വളർത്തലും, പുരുഷന്മാരുടേത് വൊക്കേഷണൽ റെസ്പോൺസിബിലിറ്റീസ്, അതായത് ജോലി ചെയ്യുകയുമാണ് എന്ന്. 5, ലാക്ക് ഓഫ് സ്ട്രോങ് ഫീമെയിൽ ക്യാരക്ടേഴ്സ്. സിനിമയിലും മീഡിയയിലും സ്ത്രീകളെ മിക്കവാറും റൊമാൻസ് അല്ലെങ്കിൽ ടേക്കിംഗ് കെയർ ഓഫ് ഫാമിലി എന്നീ കാര്യങ്ങളിലാണ് കൂടുതൽ കാണിക്കുന്നത്. ഇറ്റ് ഈസ് വെരി റയർ. വളരെ അപൂർവമായിട്ടാണ് സ്ത്രീകളെ ഒരു ഹീറോയിക് അല്ലെങ്കിൽ ക്രിയേറ്റീവ്, കറേജസ്, അഡ്വഞ്ചറസ് ഒക്കെ ആയിട്ടുള്ള തരത്തിൽ അവതരിപ്പിക്കുന്നത്. വിദ്യാഭ്യാസപരമായി ഉയർന്ന നിലയിലുള്ള സ്ത്രീകൾ മീഡിയയിൽ വരുന്നത് വളരെ കുറവാണ്. ചുരുക്കത്തിൽ, മാധ്യമങ്ങൾ പുരുഷനെ വീടിന് പുറത്തെ കാര്യങ്ങൾ ചെയ്യുന്ന ഹീറോ ആയും സ്ത്രീകളെ വീട്ടിനുള്ളിലെ കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു കെയർ ഗീവറായുമാണ് അധികവും അവതരിപ്പിക്കുന്നത്. ദിസ് ക്രിയേറ്റ് എ ജെൻഡർ ബയാസ് ഇൻ അവർ സൊസൈറ്റി. താങ്ക് യു ഫോർ വാച്ചിങ്.